ലക്ഷ്മി ഇവിടെ ഗ്യാസ് ഇല്ലേ? എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞുകൊണ്ട് കമ്പി വരെ കാണാൻ തുടങ്ങി. ആറളത്ത് 13-ാം ബ്ലോക്കാണിത്. 13-ാം ബ്ലോക്കിൽ ഈ ആന മതിൽ നിർമ്മാണം എവിടെ എത്തിയെന്ന് നമുക്ക് കാണാം. പാതി വഴിയിൽ നിർത്തിവെച്ചിരിക്കുകയാണ്, കൊടുങ്കാടപ്പുറത്ത്. അവിടെ നിന്ന് ആന ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകളുടെ കൂടി നിരന്തര ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ആന മതിൽ നിർമ്മാണം ആരംഭിച്ചത്. അപ്പുറത്തേക്ക് കുറച്ചൊക്കെ ഭാഗം നമുക്ക് ആന മതിൽ നിർമ്മിച്ചേ കാണാം. പക്ഷേ ഇങ്ങോട്ടേക്ക് പാതി വഴിയിൽ നിന്നും അവിടം വരെ പകുതിയെങ്കിലും കെട്ടിയിട്ടുണ്ട്, ബാക്കി കെട്ടാനുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ കോൺക്രീറ്റ് കാലുകൾ മാത്രം. ജനങ്ങളുടെ അടിസ്ഥാനഘടിതമായുള്ള വിഷയം ഈ വന്യമൃഗ ശല്യമാണ്. അതിന് ശാശ്വതമായ പരിഹാരം ആനമതിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അത് അടിയന്തരമായി സർക്കാർ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ പ്രശ്നം. അപ്പുറത്ത് ആന വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതിലെ കൂടെ അങ്ങനെ ആന പോയിട്ടുണ്ടായിരുന്നു. ജീവിക്കാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനെ ആയിപ്പോയില്ലേ ജീവിതം. ഇനിയിപ്പോൾ ഇവിടെ ജീവിക്കാതെ ഒരു മാർഗം ഇല്ലല്ലോ. എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞുകൊണ്ട് കമ്പി വരെ കാണാൻ തുടങ്ങി. ഈ TRDM പദ്ധതി പ്രകാരം നിർമ്മിച്ച് കിട്ടിയ വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് ഇവർ പറയുന്നുണ്ട്. ലക്ഷ്മി ഇവിടെ ഗ്യാസ് ഇല്ലേ? ഇല്ല. ആണോ? അതൊന്നും ഇല്ല. നമ്മൾ വിറക് കൊണ്ടുവന്നില്ല കത്തിക്കാൻ. സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് അതൊന്നും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല നമുക്ക്. നമ്മളിപ്പോഴും വിറക് കൊണ്ടുവന്നിട്ട് നമ്മൾ കത്തിക്കുന്നു. LP സ്കൂൾ കെട്ടി ഉണ്ടാക്കിയതാ, പക്ഷേ കാട് പിടിച്ച് കിടക്കുന്നു, ആരും നോക്കാനില്ല പോലെയാണ്. ആറളത്ത് 13-ാം ബ്ലോക്കിലുള്ള കരിക്കൻ മുക്കാണിത്. ഇവിടെ ഈ കെട്ടിടം പണിതിട്ടിട്ട് കുറച്ചധികം കാലമായി. LP സ്കൂളാണ്, പക്ഷേ കുട്ടികളില്ല, സ്കൂളായി പ്രവർത്തിക്കുന്നില്ല, ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ആകെ കാട് മൂടി കിടക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയാണോ ഈ മേഖലയിൽ വികസനം സാധ്യമാവേണ്ടത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നമ്മൾ ഈ ആറളത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഇതേപോലെ പുതിയ കുറേ കെട്ടിടങ്ങൾ കാണാം. പണി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ. ഈ കാണുന്ന ആനമതിലിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ സർക്കാരുകൾക്ക് ആറളത്തെ ജനങ്ങളോട് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട നീതിയില്ലേ വൈശ? തീർച്ചയായിട്ടും വേഗത്തിൽ ചെയ്യണം, വേഗത്തിൽ പൂർത്തിയാക്കണം. എന്തായാലും അതെ, ജീവിക്കാൻ പേടിയുണ്ട്. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ് ആറളത്ത് നിന്ന് വയനാട്ടിലേക്ക്.